TCP സെർവർ ക്ലയന്റ് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതിനായി നമ്മൾ TCP എന്താണെന്ന് ആദ്യം അറിയണം. TCP എന്ന് പറയുന്നത് ഒരു കണക്ഷൻ ഓറിയന്റഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് ഭയങ്കര സ്ലോ ആയിരിക്കും. ഈ പാക്കറ്റുകൾ സെൻഡ് ചെയ്യണതോ റിസീവ് ചെയ്യണതോ ഒരു സീക്വൻസ് ഓർഡറിലായിരിക്കും. ഇപ്പൊ അഥവാ ഏതെങ്കിലും പാക്കറ്റ് ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രാക്ക് കീപ്പ് ചെയ്യും. ഇപ്പൊ TCP സെർവർ ക്ലയന്റ് കമ്മ്യൂണിക്കേഷനില് ഫസ്റ്റ് TCPന്ന് സിങ്ക്രണൈസേഷൻ സെർവറിലേക്ക് പോകും. പിന്നെ തിരിച്ച് ആക്നോളജ്മെന്റ് പോകും. അങ്ങനെ തിരിച്ച് ആക്നോളജ്മെന്റ് വരും. അപ്പൊ ഈ സെർവറും ക്ലയന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. ആദ്യം സെർവറിൽ സോക്കറ്റ് ആദ്യം ഉണ്ടാക്കും. പിന്നെ നമ്മൾ ബൈൻഡ് ചെയ്യും. പിന്നെ ക്ലയന്റിൽ നിന്ന് കണക്ഷൻ വരാൻ വേണ്ടി ലിസൺ ചെയ്യും. എന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ചിട്ട് സെൻഡും റിസീവും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പൊ ഇതിന്റെ അൽഗോരിതം വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ സെർവറിന്റെ ഭാഗത്ത് നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സോക്കറ്റിന് വേണ്ട എല്ലാ വേരിയബിൾസും ഡിക്ലെയർ ചെയ്യുക. അതേപോലെ ഫാമിലി, പ്രോട്ടോകോൾ, IP അഡ്രസ്, പോർട്ട് നമ്പർ ഒക്കെ സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മളൊരു സോക്കറ്റ് ഉണ്ടാക്കുക. ഈ IP അഡ്രസ്സും പോർട്ട് നമ്പറും നമ്മൾ എന്ത് ചെയ്യുക, ബൈൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞ ഗ്രാഫ് എന്ന് പറഞ്ഞതുപോലെ ക്ലയന്റിൽ നിന്ന് ഒരു കണക്ഷൻ വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ലിസൺ ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷം അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ റീഡ് ദ ക്ലയന്റ് മെസ്സേജ്. പിന്നെ ക്ലയന്റിൽ നിന്ന് എന്താണോ നമ്മൾ റീഡ് ചെയ്തത് അത് ഡിസ്പ്ലേ ചെയ്യുന്നു. എന്നിട്ട് നമ്മളിപ്പോ സോക്കറ്റ് ഉണ്ടാക്കിയല്ലോ, അപ്പൊ അത് സോക്കറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ക്ലോസ് ദ സോക്കറ്റ്, പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ ക്ലയന്റ് സൈഡിൽ നിന്ന് അൽഗോരിതം നോക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ സോക്കറ്റിന് വേണ്ട വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു. ഫാമിലി, പ്രോട്ടോകോൾ, IP അഡ്രസ്, പോർട്ട് നമ്പർ ഒക്കെ സ്പെസിഫൈ ചെയ്യണം. അതിനുശേഷം സോക്കറ്റ് ഉണ്ടാക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് കണക്ട് ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ കണക്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അതിനുശേഷം എന്താണോ സെർവറിൽ നിന്ന് വരുന്ന ഇൻപുട്ട് മെസ്സേജ് നമ്മൾ റീഡ് ചെയ്യുന്നു. എന്നിട്ട് സെർവർക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നു ഇൻപുട്ട് മെസ്സേജ്. എന്നിട്ട് നമ്മൾ ആ മെസ്സേജ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പൊ സോക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പോസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത് നമ്മൾ സോഴ്സ് പ്രോഗ്രാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബേസിക് അറിയണം. സോക്കറ്റിന്റെ സ്ട്രക്ചർ ഫോർമാറ്റ് ആണ് ഈ കാണുന്നത്. ആദ്യം ഡൊമൈൻ ചെയ്തും പിന്നെ ടൈപ്പ് ചെയ്തും പിന്നെ പ്രോട്ടോകോൾ ചെയ്തു. ഓക്കെ, നമ്മൾ പറഞ്ഞ ഡൊമൈന്, ടൈപ്പ്, പ്രോട്ടോകോൾ. ഈ ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് AF സ്പേസ് INET. അത് IPv4 ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. അതിന്റെ ടൈപ്പ് ആണ് സോക്ക് സ്ട്രീം. നമ്മൾ TCPക്ക് യൂസ് ചെയ്യണ സാധനമാണ് സോക്ക് സ്ട്രീം. UDPക്ക് ആണെങ്കിൽ സോക്ക് ഡീഗ്രാം എന്നാണ്. പിന്നെ നമ്മൾ പ്രോട്ടോകോളിൽ നിന്ന് നമ്മൾ ആദ്യമേ നമ്മൾ യൂഷ്വലി സെറ്റ് ടു 0 ചെയ്യും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് റീഡ് എന്താന്നുള്ളത്. ഫയൽ ഡിസ്ക്രിപ്റ്ററിൽ നിന്ന് നമ്മൾ ഡാറ്റ റീഡ് ചെയ്തിട്ട് അതിനെ ബഫറിലേക്ക് ആക്കുകയാണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ഈ കാണുന്നത്. FD, അതായത് ഫയൽ ഡിസ്ക്രിപ്റ്റർ, ബഫർ, പിന്നെ സൈസ് കൗണ്ട്. അത് എത്രത്തോളം ഡാറ്റ ബൈറ്റ്സ് നമ്മൾ റീഡ് ചെയ്യാന്നുള്ളതിന്റെ ആ ഒരു നമ്പർ ആണ് ഈ കൗണ്ട് എന്നുകൊണ്ട് യൂസ് ചെയ്യുന്നത്. FD നമ്മൾ ഏത് ഫയലിനാണ് നമ്മൾ ഡാറ്റ റീഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. ബഫർ എന്ന് പറയുന്നത് നമ്മൾ റീഡ് ചെയ്ത ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്യണം എന്നുള്ള ആ ഒരു ബഫറിനെയാണ് നമ്മൾ ബഫ് എന്ന് എഴുതിയിരിക്കുന്നത്. റൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ റീഡ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ റൈറ്റ് ആണ് ചെയ്യണത്, മറ്റോടത്ത് റീഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ ബഫറിൽ നിന്ന് ഫയൽ ഡിസ്ക്രിപ്റ്ററിലേക്കാണ് റൈറ്റ് ചെയ്യണത്. സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സെയിം ഒക്കെ. ഇപ്പോ സെർവറിന്റെ സോഴ്സ് കോഡ് ആണിത്. ഹാഷ് ഇൻക്ലൂഡ് stdio.h ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന്റെ ലൈബ്രറി ഫയൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ അതുപോലെ നെറ്റ് DB ഇതെന്ന് പറയുന്നത് നമുക്ക് ലൈബ്രറി ഫയൽ ആണ്, ഏത് പ്രോട്ടോകോളിന്റെയും കാര്യങ്ങളുടെ ഒക്കെ. പിന്നെ നമ്മൾ പോർട്ട് അഡ്രസ് നമ്മൾ ഇവിടെ 5035 ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആർഗ്യുമെന്റ് C, ആർഗ്യുമെന്റ് V എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ട് വേരിയബിൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ആർഗ്യുമെന്റ് ഇന്റ് സോക്ക് FD, പിന്നെ ന്യൂ സോക്ക് FD C ലെങ്ത്, അത് നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ നോക്കിയല്ലോ. നമ്മൾ റീഡിന്റെ അവിടെ നോക്കിയതാണല്ലോ ഇത്. സോക്ക് FD ഫയൽ ഡിസ്ക്രിപ്റ്റർ ആ സാധനം. പിന്നെ നമ്മൾ ഇത് ഏതിൽക്കാണ് ഇത് സേവ് ചെയ്യണത് ഉള്ളത്, അതാണ് ന്യൂ സോക്ക് FD. പിന്നെ C ലെങ്ത് അവിടെ നമ്മൾ കൗണ്ട് പറഞ്ഞിട്ട് റീഡിന്റെ ഇതിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ സോക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, സോക്ക് ആഡ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. എന്തിന്, സെർവർ ആഡറും ക്ലയന്റ് ആഡറും ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എടുത്ത ഈ ചാർ എന്ന് പറഞ്ഞ ആർഗ്യുമെന്റിൽ നമ്മൾ എന്ത് ചെയ്യണു, ബഫർ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ബഫർ എന്ന് പറഞ്ഞ ഇതിലാണ് സേവ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ബഫർ 4096 അത്ര സൈസ് ഉള്ള ഇതിലേക്ക് നമ്മൾ ചാർ സേവ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാണ്.
നമ്മൾ പറഞ്ഞു സോക്കറ്റിനകത്ത് ഡൊമൈൻ വേണം, ടൈപ്പ് വേണം, പ്രോട്ടോകോൾ വേണം. പ്രോട്ടോകോൾ നമ്മൾ ഇനീഷ്യലി 0 ആയിട്ടേക്കും സെറ്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ ടൈപ്പ് നമ്മൾ TCP ആണെങ്കിൽ സോക്ക് സ്ട്രീം ആണ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. ഡൊമൈൻ എന്ന് പറയുന്നത് IPv4 എന്ന് പറഞ്ഞിട്ടായിരുന്നു. AF INET എന്ന് പറഞ്ഞിട്ട് ഇതിലാണ് സേവ് ചെയ്യുക. നമ്മൾ പ്രോട്ടോകോളിന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് AFI NET എന്ന് പറഞ്ഞിട്ട് സെർവർ ആഡർ സിൻ ഫാമിലി, അതിന്റെ ഫാമിലി നമ്മൾ AF INET പറഞ്ഞിട്ട് ആക്കുന്നു. അതിനുശേഷം നമ്മൾ സെർവർ ആഡർ സിൻ ആഡർ എസ് ഇൻ ആഡർ എനി, അത് നമുക്ക് സെർവറും ക്ലയന്റും കൂടിയിട്ട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ IP അഡ്രസ്സ് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെക്കുന്നതാണ്. അതിനുശേഷം സെർവർ ആഡ്രസ് ഇൻ പോർട്ട് എച്ച് ടോൺസ്. ഈ എച്ച് ടോൺസ് പറയുന്നത് 16 ബിറ്റ് നമ്പർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണ്. ഇപ്പൊ സെർവർ TCP പോർട്ട് നമ്മളിവിടെ ഇനീഷ്യലി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് 5035. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ ഇവിടെ 5035 എന്ന വാല്യൂ അസൈൻ ആക്കി. പിന്നെ നമ്മൾ സ്റ്റാർട്ടിൽ നിന്ന് പ്രിന്റ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ബൈൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ IP അഡ്രസ്സും പോർട്ട് അഡ്രസ്സും ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതിയതാണ്. അതിനുശേഷം നമ്മൾ ലിസൺ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിസണിൽ നമ്മൾ പ്രിന്റ് ചെയ്തു. എന്നിട്ട് ലിസൺ സോക്ക് FD ഈ സാധനം ഓക്കെ. പിന്നെ നമ്മള് ലെങ്ത്, അത് നമ്മൾ എന്ത് ചെയ്തു, സൈസ് ഓഫ് ക്ലയന്റ് ഡാറ്ററിന്റെ ലെങ്ത് C ലെങ്തിലേക്ക് സേവ് ചെയ്ത് വെക്കുന്നു. ഇതിനുശേഷം ന്യൂ സോക്കറ്റ് ഫയൽ ഡിസ്ക്രിപ്റ്റർ, അതായത് പുതിയൊരു ഫയൽ ഡിസ്ക്രിപ്റ്റർ ആണ്. ഇതിൽ നമ്മൾ ലിസൺ ചെയ്തതാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. ഇവിടെ ഇതേ സംഭവം തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ വ്യത്യാസം വരുന്നത് എന്താ വെച്ചാൽ ഇവിടെ സെർവർ ആഡർ ആണ്, പക്ഷെ ഇവിടെ ക്ലയന്റിന്റെ ആണ് വരുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ ആൻഡ് സി ലെങ്ത് എഴുതിയിട്ടുണ്ട്, ഇവിടെ സൈസ് ഓഫ് സെർവർ ആഡർ എന്ന് എഴുതി. ഈ സൈസ് ഓഫ് ക്ലയന്റ് ആഡർ തന്നെയാണ് ഈ സി ലെങ്ത്. നമ്മളിവിടെ സി ലെങ്ത് പറഞ്ഞിട്ട് സൈസ് ഓഫ് ക്ലയന്റ് ആഡർ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ സി ലെങ്ത് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ അക്സെപ്റ്റ് എന്നുള്ള കമാൻഡ് പ്രിന്റ് ചെയ്തു. പിന്നെ സെർവറിൽ നമ്മൾ ആദ്യം റീഡ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയ സോക്കറ്റ് എന്ത് ചെയ്യുന്നു, റീഡ് ചെയ്യുന്നു. നമ്മൾ ബഫറിൽ എന്താണോ കൊടുത്തത് അത് അതിന്റെ സൈസ് ആണ് ഈ കാണുന്നത്. അത് നമ്മൾ റീഡ് ചെയ്തതിനു ശേഷം അതേ നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ റീഡ് ചെയ്ത സാധനം എന്ത് ചെയ്യുന്നു, നമ്മൾ റൈറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇപ്പോ ഇവിടെ സോക്കറ്റ് ഉണ്ടാക്കിയല്ലോ, അപ്പൊ അത് നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലോസ് സോക്ക് FD റിട്ടേൺ 0 പറഞ്ഞിട്ട് കൊടുത്തു. അൽഗോരിതം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇനി ക്ലയന്റിന്റെ സോഴ്സ് കോഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു സോക്കറ്റിന്റെ നമുക്ക് ടൈപ്പ് വേണം, ഡൊമൈൻ വേണം, പോർട്ട് അഡ്രസ് വേണം എന്നൊക്കെ. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ടൈപ്പ് സോക്കറ്റ് പറഞ്ഞിട്ട് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പ്രോട്ടോകോളിന്റെ ലൈബ്രറി കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നെറ്റ് DB എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു. പിന്നെ പോർട്ട് അഡ്രസ് 5035 സെർവറിലുള്ളത് തന്നെ. അതേപോലെ നമ്മൾ ഇന്റ് മെയിൻ ഇന്റ് argc char പറഞ്ഞിട്ട് നമ്മൾ ഇന്റിജർ വേരിയബിൾ ഉണ്ടാക്കുന്നു. പിന്നെ ക്ലയന്റിൽ നമ്മൾ സോക്ക് FD ആണ്. നമ്മൾ നേരത്തെ പഠിച്ച സെർവറിനകത്ത് ന്യൂ സോക്ക് FD ഉണ്ട്, സി ലെങ്ത് ഉണ്ട്. ഇവിടെ നമുക്ക് അത് ആവശ്യമില്ല. പിന്നെ ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്ന സെർവർ ആണല്ലോ, അതുകൊണ്ട് നമ്മൾ സ്ട്രക്ട് ഹോസ്റ്റ് സ്റ്റാർ സെർവർ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഈ ചാറിലേക്ക് ബഫർ എന്നാക്കുന്നു. അതിനുശേഷം നമ്മൾ സോക്കറ്റ് ഉണ്ടാക്കുന്നു. സോക്കറ്റ് സെയിം തന്നെ, നമ്മൾ ഡൊമൈൻ ആദ്യം എഴുതി, പിന്നെ ടൈപ്പ്, പിന്നെ പ്രോട്ടോകോൾ 0, ടൈപ്പ് സോക്ക് സ്ട്രീം ആണ് നമ്മൾ TCPക്ക് യൂസ് ചെയ്യുക, ഡൊമൈൻ AF INET ആണ്. അപ്പൊ ഫാമിലി നമ്മൾ AF INET കൊണ്ട് സേവ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇവിടെ എഴുതിയിരിക്കണു INET ആഡർ 1270011, അത് നമ്മളെ ഹോസ്റ്റ് കിടന്ന് ലൂപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ നമ്മൾ പോർട്ട് അഡ്രസ് ആക്കുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സെർവർ TCP പോർട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോൺസ് 16 ബിറ്റ് ബൈനറി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് എഴുതിയതാണ്. പിന്നെ റെഡി ഫോർ സെൻഡിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുക. പിന്നെ നമ്മൾ പഠിച്ചതിലാണല്ലോ നമ്മൾ കണക്ട് ആണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ. ഇവിടെ നമ്മൾ കണക്ട്, ഇപ്പൊ ക്ലയന്റിന്റെ ഇതിൽ നമ്മൾ കണക്ട് ചെയ്യണത്, മറ്റോടത്ത് നമ്മൾ ചെയ്തത് എന്താ വെച്ചാല് ന്യൂ സോക്ക് FD പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ചെയ്ത സാധനം തന്നെയാണ് നമ്മൾ ഇവിടെ വ്യത്യാസം വരുന്നത്. ഇവിടെ കണക്ട് സോക്ക് FD പിന്നെ സ്ട്രക്ട് സ്റ്റോക്ക് ആ ഒരു മറ്റേ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സെർവറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത സംഭവമാണ്. പിന്നെ നമ്മൾ എന്താണോ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ക്ലയന്റിൽ നിന്നാക്കുന്നു. നമ്മള് എന്ത് മെസ്സേജ് ആണോ സെൻഡ് ചെയ്യാനുള്ളത് അത് നമ്മൾ ക്ലയന്റിൽ നിന്ന് എഴുതിയതിനു ശേഷം ആ വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ബഫറിലേക്ക് നമ്മളിപ്പോ കൊടുത്ത ഇൻപുട്ട് ഈ ഒരു ഇതിലേക്ക്
എഫ് ഗെറ്റ്സ് വെച്ചിട്ട് നമ്മൾ ആ ബഫറിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് റീഡിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മളിവിടെ റൈറ്റ് കൊടുത്തു. നമ്മൾ ഇതിന്ന് കിട്ടിയ സാധനം, ഇവിടെ ബഫറിന്ന് കിട്ടിയ സാധനം ഈ സോക്കറ്റിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആ ബഫറിലുള്ള വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ സോക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട്.